ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ VSS റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകൾ. 1998 ആദ്യ സ്വർണ്ണപ്പാളികളും 2019 പ്ലേറ്റിംഗ് നടത്തിയ പാളികളും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് കണ്ടെത്തൽ. വിശദാംശങ്ങളുമായി സിജോ വി ജോൺ ചേരുകയാണ്. സിജോ, എന്തൊക്കെയാണ് റിപ്പോർട്ടിലുള്ള കണ്ടെത്തലുകൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധനയായിരുന്നു SIT നവംബർ 17-18 തീയതികളിൽ ശബരിമലയിൽ നടത്തിയത്. ഇതിന്റെ റിപ്പോർട്ടാണ് VSSൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിക്കുകയും അതിനുശേഷം ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തത്. ഈ റിപ്പോർട്ട് ഹൈക്കോടതിയും വിശദമായി പരിശോധിച്ചു. അതിനുശേഷമാണ് ഈ സ്വർണ്ണപ്പാളികൾ കടത്തിയിട്ടുണ്ട് എന്നുള്ള സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് കോടതി പറയുന്നത്. അതിന് പ്രധാനമായും പറയുന്നത് 1998 ഈ സ്വർണ്ണപ്പാളികൾ UB ഗ്രൂപ്പ്, വിജയമല്യയുടെ UB ഗ്രൂപ്പ് കൊണ്ടുവരുന്നത്. അതിനുശേഷം അവിടെ സ്വർണ്ണം പതിക്കുന്നു. പിന്നീട് ആണ് അത് കൊണ്ടുപോകുന്നത്. 2019 ആദ്യം കൊണ്ടുപോകുന്നു, പിന്നീട് 2025 കഴിഞ്ഞ വർഷവും കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത്. ആ 2 തവണ കൊണ്ടുപോയതും ആദ്യമുണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ തമ്മിലുള്ള താരതമ്യം ആണ് നടത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ശാസ്ത്രീയമായ പരിശോധനയാണ് നടത്തിയിരിക്കുന്നത്. ആ പരിശോധനയിൽ ഇതിന്റെ ഈ സ്വർണ്ണപ്പാളികൾ മാറ്റിയതായിട്ടുള്ള സംശയമാണ് ഈ കോടതിയുടെ ഉത്തരവിലുള്ളത്. അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ തന്നെയായിരുന്നു നമ്മൾ ഇന്നലെയും ഇന്നുമായി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ശാസ്ത്രീയ പരിശോധനയിൽ അതിന്റെ രാസഘടനയിലൊക്കെ പ്രകടമായ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന് പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഈ സ്വർണ്ണം പതിക്കുന്ന സമയത്തും അതിനുശേഷവും നടത്തിയതിലുള്ള ശാസ്ത്രീയ പരിശോധനകളിലാണ്, അത്രയും ശാസ്ത്രീയ ഫലങ്ങളിലാണ് വ്യത്യാസമുണ്ടായിരിക്കുന്നത്. സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം കണ്ടെത്തിയിട്ടുണ്ടോ? കാലപ്പഴക്കം സംബന്ധിച്ച വിവരങ്ങളിലേക്ക് VSSയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല. അത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾ വേണമെന്നാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഈ ശാസ്ത്രീയമായ പരിശോധനകൾ ഇത് ഘടനയിൽ മാറ്റമുണ്ടായിട്ടുള്ളതെന്നുള്ളതാണ്. അതിൽ നിന്നാണ് ആദ്യം ഉണ്ടായിരുന്ന സ്വർണവും അതോടൊപ്പം തന്നെ നിലവിലുള്ള സ്വർണവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് അതാണ് നടത്തിയിരിക്കുന്നത്. അത്തരം പരിശോധനകളിലാണ് ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് വന്നിട്ടുള്ള ഹൈക്കോടതി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി കൂടുതൽ ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പരിശോധനകൾ ഇത് ആവശ്യമാണെന്നുള്ളത് പറയുന്നുണ്ട്. കാരണം 15 സാമ്പിളുകളാണ് ഈ ദ്വാരപാലക ശില്പവും കട്ടപ്പാളിയും ഉൾപ്പെടെ നിന്ന് ശേഖരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി കൂടുതൽ പരിശോധനകൾ വേണം. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു വലിയ കൊള്ളയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, കൂടുതൽ അറസ്റ്റിന് സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ SITയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഹൈക്കോടതി തന്നെ സംശയം പ്രകടിപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ പാളികൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ള സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് അത്തരത്തിലൊരു കൊള്ള നടന്നിട്ടുള്ള സംശയം കോടതി തന്നെ ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലാണ് VSS റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉള്ളത്. 1998 വിജയ് മല്യ സ്വർണം പൂശുകയായിരുന്നു അവിടെയുള്ള ചെമ്പുപാളികളിൽ. അന്ന് ആദ്യ സ്വർണ്ണപ്പാളികളും പിന്നീട് 2019 പ്ലേറ്റിംഗ് നടത്തിയ പാളികളും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് VSS നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. SIT നൽകിയ റിപ്പോർട്ട് പരിശോധിച്ചുള്ള ഹൈക്കോടതി ഉത്തരവിലാണ് ഇക്കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ പാളികളുടെ കാലപ്പഴക്കം സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഈ റിപ്പോർട്ടിലില്ല എന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ വിശദമായ ഒരു പരിശോധന കൂടി ആവശ്യമായി വരും എന്ന് തന്നെയാണ് വിലയിരുത്തൽ വരുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഏതാണ്ട് 15 സാമ്പിളുകളാണല്ലോ VSS പരിശോധിച്ചത്. അതിൽ ഈ സ്വർണ്ണപ്പാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതോ ശബരിമലയിലെ മറ്റ് ഈ സ്വത്തുക്കൾ തമ്മിലുള്ള ഒരു പരിശോധനയും അക്കാര്യത്തിൽ നടന്നിരുന്നു? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 വിവരങ്ങളോട് പറയുന്നത് ദ്വാരപാലക വിഗ്രഹങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അന്വേഷണമാകരുത് എന്നുള്ളതാണ്. കഴിഞ്ഞ 20 വർഷത്തെ ക്ഷേത്ര ഭരണത്തിലേക്കും മറ്റിടപാടുകളിലേക്കും ഇത് വ്യാപിപ്പിക്കണമെന്നൊരു നിർദ്ദേശവും കോടതി ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അന്വേഷണം അതിന്റെ ഡെപ്ത്, അതിന്റെ കാലഘട്ടം അത് വ്യാപിപ്പിക്കുകയാണ്. ഇതിൽ നേരത്തെയും സ്വർണം കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു സംശയത്തിലേക്ക് കോടതി നീങ്ങുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന്റെ കാലാവധി തന്നെ നീട്ടണം എന്നുള്ളൊരു കാര്യം പറയുന്നത്. കഴിഞ്ഞ ഒരു 20 വർഷത്തെ ക്ഷേത്രഭരണത്തിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് ഇടപാടുകളിലേക്കും ഇത് വ്യാപിപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ് കോടതി പറയുന്നത്. ശാസ്ത്രീയ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വിശകലനം ചെയ്യാൻ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും വിശദമായ മൊഴി രേഖപ്പെടുത്താനും കോടതിയുടെ ഉത്തരവിലുണ്ട്. ശബരിമല സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 2 വാതിലുകളുടെയും പ്രഭാമണ്ഡലത്തിലെയും സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താൻ ജനുവരി 20 ക്ഷേത്രം സന്ദർശിച്ച് സാമ്പിളുകൾ ശേഖരിക്കാനാണ് SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ വേണമെന്ന് അറിയുന്നു. വാജിവാഹനവുമായി ബന്ധപ്പെട്ടുണ്ട്. 2017 കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ട ഫയലുകളും ഭരണപരമായ
രേഖകൾ പരിശോധിക്കാനുള്ള നിർദ്ദേശവും കോടതി ഇപ്പോൾ ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനും കോടതി ആവശ്യപ്പെട്ടുണ്ട്. ഇത് കണ്ടെത്തിയ തെളിവുമായി പൊരുത്തപ്പെടുത്തുന്ന രീതിയിൽ മനസ്സിലാക്കിയെടുക്കണമെന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അന്വേഷണത്തിന് 2 പേരെ കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. NRI സെല്ലിലെ DSP ആയിട്ടുള്ള ശ്രീകാന്ത്, അതോടൊപ്പം തന്നെ കോഴിക്കോട് ചേമ്പോല സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ സേനാഥ് എന്നിവരെയും SIT ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിന്റെ അന്വേഷണത്തിന്റെ കാലാവധി അല്ലെങ്കിൽ ഡെപ്ത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. കോടതി തന്നെ പറയുകയാണ് കഴിഞ്ഞ 20 വർഷത്തേക്കുള്ള അതിന്റെ കാലാവധിയിലുള്ള പരിശോധനകൾ നടത്തണമെന്നുള്ള വിശദമായ പരിശോധന വീണ്ടും നടത്തണമെന്ന നിർദ്ദേശം കോടതിയിൽ നിന്ന് വരികയാണ്. ശബരിമല സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന 2 വാതിലുകൾ പ്രഭാമണ്ഡലത്തിന്റെ സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്തണം. അതിന് വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കാൻ SITക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. വീണ്ടും അന്വേഷണ സംഘം വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പേരെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്.